Dear students, welcome to physics class. നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് തുടങ്ങി വെച്ചു. അതിനകത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫ്ലോവിങ് ഫ്ലൂയിഡിനുണ്ടാകുന്ന എനർജി പൊസസ്ഡ് ബൈ ദ ഫ്ലോവിങ് ഫ്ലൂയിഡ്. ഫ്ലോവിങ് ഫ്ലൂയിഡ്സ് ആണ്. അപ്പം എനർജീസ്, ഒന്നാമത്തെ എനർജി എന്ന് പറയുന്നത് പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി നമുക്കറിയാം, ഇങ്ങനെയൊരു ട്യൂബ്. ഓക്കെ, ഈ ഫ്ലൂയിഡ് ഇവിടുന്ന് സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. ഫ്ലൂയിഡ് ഇവിടുന്ന് നമുക്ക് ഈ പൊസിഷൻ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷൻ വരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫ്ലൂയിഡിനെ നമുക്ക് മൂവ് ചെയ്യിക്കണം. മൂവ് ചെയ്യിക്കണം. റോ എന്ന് പറയുന്ന ഡെൻസിറ്റിയിലുള്ള ഒരു ഫ്ലൂയിഡാണ്. ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ പമ്പിൽ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പിൽ ഉപയോഗിക്കുന്ന, അതായത് മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രവർത്തന തത്വം ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഫ്ലൂയിഡിനെ കൈനറ്റിക് എനർജി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്ന ഒരു പ്രഷർ എനർജി വേണം. ആ പ്രഷർ എനർജി എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എനർജി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ വർക്ക് ഡൺ ആണ്. എങ്ങോട്ട്? ഇതിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്? പ്രഷർ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത്. വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് അതിനെ നമുക്ക് പ്രഷർ, പി ആണ് ഇവിടുത്തെ പ്രഷർ എങ്കിൽ നമുക്ക് എ ആണ് ഏരിയ എങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാം. ദെൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടം വരെയാണ് ഇത് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തെങ്കിൽ ഇതാണ് ഡി എങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ആയിരിക്കും. ദെൻ പ്രഷർ ഇൻറ്റു വോളിയം, എ ഇൻറ്റു ഡിക്ക് വരെ എന്ത് കൊടുക്കാം? വോളിയം എന്ന് നമുക്ക് കൊടുക്കാം. ഇനി പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് എന്നാണ്. ഒരു യൂണിറ്റ് മാസിലുണ്ടാകുന്ന, മാസ് ഓഫ് ഫ്ലൂയിഡിലുണ്ടാകുന്ന പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്. മാസ് ഈസ് ഈക്വൽ ടു പി വി ഡിവൈഡ് ബൈ എം ആയിരിക്കും അല്ലേ? നോക്കിയേ, വി ബൈ എം. എം ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? റോയാണ്. അപ്പോൾ വി ബൈ എം എന്ന് പറഞ്ഞാലോ 1 ബൈ റോ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ റോ. അപ്പോൾ പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പി ബൈ റോ. പ്രഷർ ദെൻ റോ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. ആ പൈപ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. ദെൻ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ഈസ് ഈക്വൽ ടു പി ബൈ റോ. അപ്പോൾ ഒന്നാമത്തെ എനർജി നമ്മൾ പറഞ്ഞു, പ്രഷർ എനർജി. സെക്കൻഡ് ടൈപ്പ് ഓഫ് എനർജി ഈസ്, ഇത് മൂവ്മെൻറ്റിലാണ് അല്ലേ? മൂവ്മെൻറ്റിലുള്ള ഇതിനുള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്, ഹാഫ് എം വി സ്ക്വയർ. എം ആണ് മാസ് ഓഫ് ഫ്ലൂയിഡ്, ദെൻ വി വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. Then kinetic energy per unit mass is equal to half m v square divided by m. M and m cancel ചെയ്തവേ, then it is equal to v square by 2. അപ്പോൾ kinetic energy per unit mass എത്രയാണ്? v square by 2. മൂന്നാമത്തെ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പറഞ്ഞു ഇത് ഒരു ഹൈറ്റ് വരെയാണ് ഇത് മൂവ് ചെയ്ത്, എച്ച് ഹൈറ്റ് വരെയാണ് അത് മൂവ് ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എച്ച് ഹൈറ്റിലെത്തി. ഇന്ന് പ്രഷർ എനർജി കൊടുത്തു, നമ്മളിതിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതോടൊപ്പം കൈനറ്റിക് എനർജിയുടെ ഒപ്പം തന്നെ എന്തും കൂടെ അറ്റൈൻ ചെയ്യും, ഹൈറ്റിലേക്കാണ് പോകുന്നത്, എച്ച് ഹൈറ്റിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് എന്ത് എനർജിയായി മാറും? പൊട്ടൻഷ്യൽ എനർജിയായി മാറും. പൊട്ടൻഷ്യൽ എനർജി പി ഇ എന്ന് കൊടുക്കാം, ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്, ദാറ്റ് ഈസ് എം ജി എച്ച്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് കണ്ടുപിടിക്കാം. പെർ യൂണിറ്റ് മാസ് ഈസ് ഈക്വൽ ടു mgh divided by m.
എം ആൻഡ് എം ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഈസ് ഈക്വൽ ടു GH. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മൾക്ക് ഒരു ഫ്ലൂയിഡ് അറ്റൈൻ ചെയ്യുന്ന എനർജീസ്. ഏതൊക്കെയാണ്? പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫേമസ് തിയറമാണ്. ദാറ്റ് ഈസ് ബെർണൗളിസ് തിയറം. Bernoulli's theorem states that in a streamline flow of fluid, the total energy remains constant throughout the flow. അതായത് ഒരു സ്ട്രീം ലൈൻ ഫ്ലോ, ഒരു ഫ്ലൂയിഡിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോയിൽ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലാ പൊസിഷനിലും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ബെർണൗളിസ് തിയറം പറയുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം ഏതൊക്കെയാണ് ഒരു ഫ്ലൂയിഡിനെ അറ്റൈൻ ചെയ്യുന്ന എനർജീസ്. നമ്മൾ കണ്ടുപിടിച്ചു ഏതൊക്കെ എനർജീസാണ്? പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അപ്പം നമുക്ക് എഴുതാം, ബെർണൗളിസ് തിയറത്തിൽ എഴുതാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ മൂന്ന് എനർജീസിൻ്റെ സം എന്ന് പറയുന്നത് ആ ഫ്ലോയിലെ ഏത് പൊസിഷനിൽ എടുത്താലും അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രഷർ എനർജിക്ക് പകരം എന്ത് കൊടുക്കാം? നമ്മൾ കണ്ടുപിടിച്ചാണ് P/ρ. പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം GH. ദെൻ കൈനറ്റിക് എനർജി V²/2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, എന്നാണ് ഏത് തിയറം പറയുന്നത്? ബെർണൗളിസ് തിയറം പറയുന്നത്. അപ്പം ബെർണൗളിസ് തിയറത്തിനകത്ത് നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഈ തിയറത്തിന് നമ്മളൊരു പേര് പറയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡിനകത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ലോയാണ് ബെർണൗളിസ് തിയറം. എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ്? ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെയൊക്കെ നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ എനർജി. അവിടെ ഉണ്ടാകുന്ന എനർജീസ് ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ് പഠിച്ചത് അല്ലേ? എന്ന് പറയുന്ന പോലെ ഇവിടെ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ഈ ടോട്ടൽ എനർജി ഇവിടെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബെർണൗളിസ് തിയറത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡ്സിനകത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പം നമ്മൾ ഈ തിയറം പറയുമ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷനുണ്ട്, സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഫ്ലോ എന്ന് പറയുന്നത് എന്ത് ഫ്ലോ ആയിരിക്കണം? സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ തിയറം ഒന്ന് പ്രൂഫ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് പ്രൂഫ് ഓഫ് ബെർണൗളിസ് തിയറം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസിഡർ എ പൈപ്പ്, ഒരു പൈപ്പ് കൺസിഡർ ചെയ്യാം. ഇതിലൂടെ സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഡെൻസിറ്റി റോയാണ്. ഇനി രണ്ട് സെക്ഷൻ നമുക്ക് പറയാം, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എ H ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ദെൻ സെക്ഷൻ ബി H1 ഹൈറ്റും ഇത് H2 ഹൈറ്റും ആയിട്ട് എടുക്കണം. H1 ഹൈറ്റ് ആൻഡ് H2 ഹൈറ്റ്. ദെൻ ഇതിലെ പോകുന്ന ഇതിൻ്റെ വെലോസിറ്റി V1. സെക്ഷൻ എയിലൂടെ എൻ്റർ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി V1. ബിയിലൂടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി V2 ആയിട്ട് എടുക്കാം. V2. ദെൻ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 ആയിട്ട് എടുക്കാം. ഇവിടെ P2. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ. നമുക്ക് വെറുതെ ഇതിങ്ങനെ ഫ്ലോ ചെയ്യത്തില്ല അല്ലേ? ഒരു വർക്ക് ഡൺ വേണം. എന്ത് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. പ്രഷർ വേണം. പ്രഷർ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ എയിൽ ലിക്വിഡ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പം വർക്ക് ഡൺ അറ്റ് സെക്ഷൻ എയിലുണ്ടാകുന്ന വർക്ക് ഡൺ
നമ്മുടെ ആ ഫ്ലൂയിഡ് അതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ W1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 ആണ്, ഏരിയ A1 ആണ്, ഏരിയ A1. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 ആണ് എങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷനകത്തു നിന്നാണ് ഇതെല്ലാം എഴുതണേ. അപ്പോൾ F ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ P1 ഇൻറ്റു A1 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് D, ഡിസ്പ്ലേസ്മെൻറ്റ് D എന്ന് കൊടുക്കാം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്, ഇത് മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന വെലോസിറ്റിയും ടൈമും അറിയത്തുള്ളൂ. ഡെൽറ്റ ടി ടൈം കൊണ്ട് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡി സി ഈക്വൽ ടു എങ്ങനെ എഴുതാം, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. ഡി സി ഈക്വൽ ടു V1 ഇൻറ്റു ഡെൽറ്റ ടി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് W1 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു A1 ഇൻറ്റു V1 ഇൻറ്റു ഡെൽറ്റ ടി. ഡിസ്പ്ലേസ്മെൻറ്റ് V1 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യും. അപ്പം വർക്ക് ഡൺ, ഇത് ഫ്ലൂയിഡ് എ എന്ന് പറയുന്ന സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു W1 ഈസ് ഈക്വൽ ടു P1 A1 V1 ഇൻറ്റു ഡെൽറ്റ ടി. സിമിലർലി അറ്റ് സെക്ഷൻ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇത് ലീവ് ചെയ്യാനും ഒരു വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദി സെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. W2 ഇതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത പ്രഷർ എത്രയാണ്, P2 ആണ്. ഏരിയ എന്താണ്, ഈ സെയിം പ്രോസസ്സ് തന്നെ അവിടെ നടക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇതുപോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ദെൻ ഫോഴ്സിന് പകരം P2 ഇൻറ്റു A2 കൊടുക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് D, സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി V2 ആണ്. ടൈം ഡെൽറ്റ ടി തന്നെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, V2 ഡെൽറ്റ ടി വരും. ദെൻ വി ഗെറ്റ് W2 ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു A2 ഇൻറ്റു V2 ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, വർക്ക് ഡൺ അറ്റ് സെക്ഷൻ എ ആൻഡ് വർക്ക് ഡൺ അറ്റ് സെക്ഷൻ ബി. ഇനി ദെൻ ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ്, നെറ്റ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് വർക്ക് ഡൺ is equal delta W is equal to W1 minus W2 which is equal to W1 എത്രയാണ്, P1 A1 V1 delta T minus P2 A2 V2 delta T. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കാൻ പോവാണ്. ഈ ഏരിയ ഇൻറ്റു ഇവിടെ ഒരു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, വെലോസിറ്റി ആണല്ലേ. അപ്പോൾ A1 V1 ഡെൽറ്റ ടിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, വോളിയം 1 വോളിയം എന്ന് കൊടുക്കാം. വോളിയം ആയിരിക്കും അല്ലേ, വോളിയം ഇവിടെ ഉണ്ടാകുന്ന സെക്ഷൻ എയിലുണ്ടാകുന്ന വോളിയം ആയിരിക്കും. അപ്പോൾ വോളിയത്തിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം, എം മാസാണ്, റോ ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ ഇക്വേഷൻ. ദെൻ വോളിയം ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വോളിയത്തിന് വരെ എന്ത് കൊടുക്കുക, എം ബൈ റോ എന്ന് കൊടുക്കാം. എന്ത് കൊടുത്തു, A1 V1 ഡെൽറ്റ ടിക്ക് വരും എം ബൈ റോ. സിമിലർ കേസ് തന്നെ ഇവിടെയും വരും, A2 V2 ഇൻറ്റു ഡെൽറ്റ ടി എന്ത് സംഭവിക്കും, എം ബൈ റോ എഗെയിൻ വരും. അപ്പം നമുക്ക് ഈ രണ്ട് പാർട്ടിന് പകരം എം ബൈ റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നെറ്റ് വർക്ക് ഡൺ ഡെൽറ്റ W ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു എം ബൈ റോ മൈനസ് P2 ഇൻറ്റു എം ബൈ റോ. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഡെൽറ്റ W is equal to P1 into M by rho minus P2 into M by rho. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ വർക്ക് കൊണ്ട് ഇത് മൂവ് ചെയ്ത് സെക്ഷൻ എയിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് പോകുന്നു സെക്ഷൻ ബിയിലേക്ക്. മൂവ് ചെയ്യുമ്പോൾ ഇതിന് എന്ത് എനർജി വരും, കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്തായിട്ട് മാറ്റപ്പെടും, കൈനറ്റിക് എനർജിയും. അതുപോലെ ഇതൊരു ഹൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എനർജിയും വരും, പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ വർക്ക് ഡണ്ണിനെ എന്തൊക്കെയായിട്ട് മാറ്റപ്പെടും, കൈനറ്റിക് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പം നമുക്ക് രണ്ട് പാർട്ടിലും ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി അറ്റ് സെക്ഷൻ എ ഇസ് ഈക്വൽ ടു ഏതാണ്, V1 ആണ് വെലോസിറ്റി. അപ്പോൾ ½ M V1 സ്ക്വയർ.
അതുപോലെ കൈനറ്റിക് എനർജി അറ്റ് ബി എന്ത് കിട്ടും? ഹാഫ് എം v2 സ്ക്വയർ. ഓക്കെ, ദെൻ ഇവിടുന്ന് ഉണ്ടാകുന്ന ചേഞ്ച് കൈനറ്റിക് എനർജി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടായി അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ കൈനറ്റിക് എനർജി സ്വാഭാവികമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം v1 സ്ക്വയർ മൈനസ് ഹാഫ് എം v2 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 3. ഇതുപോലെ തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എ is equal to ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് mgh. ഇവിടെ h1 ആണ് ഹൈറ്റ്. അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം? mgh1. സിമിലർലി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി is equal to mgh2. then change in potential energy is equal to എന്തെഴുതാം? v2 സ്ക്വയർ ആണ്. v2 സ്ക്വയർ മൈനസ് v1 mgh2 മൈനസ് mgh1 ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചും കൈനറ്റിക് എനർജിയുടെ ചേഞ്ചും കിട്ടി. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം ഇവിടെ ഉണ്ടാകുന്ന വർക്കാണ് എന്തൊക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ആയിപ്പോട്ടേക്കുന്നത്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ വർക്ക് എനർജി തിയറം നമുക്കിവിടെ യൂസ് ചെയ്യാം. യൂസിങ് വർക്ക് എനർജി തിയറം എന്തായിരിക്കും? വർക്ക് ചേഞ്ച് ഇൻ വർക്ക് നെറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു ഏതായിരിക്കും? കൈനറ്റിക് എനർജി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 2 ആണ്. 2 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. 2 എന്ന് പറയുന്നത് നെറ്റ് വർക്കാണ്, ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്, 4 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതാണ് വർക്ക് എനർജി തിയറം. വർക്കിനെ എന്താക്കി മാറ്റുന്നു? എനർജീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 ഏതാണ്? ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ. ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ ഏതാണ്? P1 ബൈ എം ബൈ റോ മൈനസ് P2 m ബൈ റോ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2ൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി ഇക്വേഷൻ നമ്പർ 3യുടെ പാർട്ട് എഴുതാം. ഹാഫ് എം v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ പ്ലസ് ഇനി കൈനറ്റിക് എനർജിയുടെ പാർട്ട് കഴിഞ്ഞു. ഇനി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ പാർട്ട് എഴുതാം. mgh2 മൈനസ് mgh1. ഓക്കെ, ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് എന്തുണ്ട്? എം ഉണ്ട്. അപ്പം മാസ് അങ്ങ് കട്ടായി പൊക്കോളും. ദെൻ P1 ബൈ റോ മൈനസ് P2 ബൈ റോ ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ബൈ 2 v2 സ്ക്വയർ ബൈ 2 മൈനസ് v1 സ്ക്വയർ ബൈ 2 പ്ലസ് gh2 മൈനസ് gh1. ഓക്കെ, ഇനി നമുക്ക് ഈ മൈനസ് പാർട്ടിനെ ഇങ്ങോട്ട് കൊണ്ട് ഇവിടുത്തെ +1 പാർട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവരിക. 2 എന്ന് പറയുന്നതല്ല ഇങ്ങോട്ട് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷനകത്ത് P1 ബൈ റോ. ഇനി എന്ത് കൊണ്ടുവരിക? മൈനസ് v1 സ്ക്വയർ ബൈ 2. ഇനി ഇങ്ങോട്ട് മൈനസ് ആണ്. ഇത് ഈ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ആയിക്കോളും. ദെൻ v1 സ്ക്വയർ ബൈ 2 പ്ലസ് ഇനി gh1 മൈനസ് അല്ലേ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? പ്ലസ് വരും. gh1 ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ എന്തുണ്ട്? P2 ബൈ റോനെ പുറത്തേക്ക് കൊണ്ടുവരാം. P2 ബൈ റോ പ്ലസ് ഇനി ഇവിടെ എന്ത് വരും? മിച്ചം v2 സ്ക്വയർ ബൈ 2ഉം അതുപോലെ gh2 ഉണ്ട്. ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. P1 ബൈ റോ പ്രഷർ എനർജി അറ്റ് സെക്ഷൻ എ, v1 സ്ക്വയർ ബൈ 2 കൈനറ്റിക് എനർജി അറ്റ് സെക്ഷൻ എ, gh1 പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെക്ഷൻ എ ഈസ് ഈക്വൽ ടു P2 ബൈ റോ പ്രഷർ എനർജി അറ്റ് സെക്ഷൻ ബി, v2 സ്ക്വയർ ബൈ 2 എന്താണ്? കൈനറ്റിക് എനർജി അറ്റ് സെക്ഷൻ ബി, gh2 പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെക്ഷൻ ബി. അപ്പം ടോട്ടൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ബി. ടോട്ടൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ബി. അപ്പം നമുക്ക് ഈ രണ്ട് സെഷനിലും ടോട്ടൽ എനർജി എന്തായിരിക്കും? റിമൈൻസ് കോൺസ്റ്റന്റ്. നമ്മൾ ഇവിടുന്ന് പഠിച്ചായിരുന്നു ബെർണോളിസ് തിയറത്തിൻ്റെ P ബൈ റോ പ്ലസ് v സ്ക്വയർ ബൈ 2 പ്ലസ് gh ഈസ് ഈക്വൽ ടു
കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പം ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഈ പാർട്ടിനകത്ത് ഈ ബോഡി ഇപ്പം നമ്മൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് കിട്ടിയ P1/ρ പ്ലസ് V1² പ്ലസ് GH1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പം നമ്മൾ പറയുകയാണ് ഈ ഇക്വേഷനകത്ത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയാണ്. ഫ്ലൂയിഡ് മോഷനിലില്ല, ഫ്ലൂയിഡ് റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? V1 റെസ്റ്റിലിരിക്കുന്ന ബോഡിയാണ്, ഫ്ലൂയിഡ് ആണെങ്കിൽ V1 = V2 = എന്തായിരിക്കും? 0 ആയി മാറും അല്ലേ? Then we get this equation becomes P1/ρ plus GH1 = P2/ρ plus GH2. ഓക്കെ, ഇനി നമുക്ക് P2 റോനെ ഇങ്ങോട്ടും GH2നെ ഇങ്ങോട്ടും ഉണ്ട്. ദെൻ P2/ρ എന്ന് പറയുമ്പോൾ P1 - P2 /ρ വരും = G × H2 - H1. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്തെഴുതാം. P1 - P2 = ρ × G × H2 - H1. ഇതാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രഷറിൻ്റെ കേസിൽ പഠിച്ച സാധനം. HρG എന്ന് പറഞ്ഞ സാധനം തന്നെയാണ്. H എന്ന് പറയുന്നത് ഹൈറ്റ് ഡിഫറൻസ് ആണ്, അപ്പോൾ അത് H തന്നെയായിരിക്കും. HρG P1 - P2 ഇതെന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറാണ്. അപ്പോൾ ഗേജ് പ്രഷർ HρG എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ബെർണോളിസ് തിയറത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. ഇതാണ് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത്? HρG ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗേജ് പ്രഷർ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ച സാധനം എന്താണ്? ബെർണോളിസ് തിയറവും അതിൻ്റെ പ്രൂഫും. ബെർണോളിസ് തിയറം പറയുന്നത് ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. പിന്നെ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഫ്ലൂയിഡിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി ഫ്ലോയിൽ അതിൻ്റെ എനർജി എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. വളരെയധികം ആപ്ലിക്കേഷനുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ബെർണോളിസ് തിയറം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്. വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് നമ്മൾ ഒരു ഓപ്പൺ ടാങ്ക് കൺസിഡർ എ ഓപ്പൺ ടാങ്ക്. ഇവിടം വരെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ലിക്വിഡ് ഫില്ല് ചെയ്തേക്കുവാണ്. ഹൈറ്റ് ക്യാപിറ്റൽ H ആയിട്ട് എടുക്കാം. H ഹൈറ്റ് വരെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മളൊരു ഹോൾ കൊടുക്കുന്നുണ്ട്. O എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ലിക്വിഡ് ഫ്ലോ ചെയ്യും. ഇവിടം വരെയുള്ള ഹൈറ്റ് H എന്നെടുക്കാം. ഇതുവരെയുള്ള ഹൈറ്റ് H' എന്നെടുക്കാം. H'. റോ ഡെൻസിറ്റിയിലുള്ള ഫ്ലൂയിഡാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ ടാങ്കിൻ്റെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ പോകുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്. ആ ഓപ്പൺ ടാങ്കിൻ്റെ ഇതിലൂടെ ഔട്ട് ഫ്ലോയുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് എത്രയുണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന തിയറം ബെർണൗളിസ് തിയറമാണ്. അക്കോർഡിംഗ് ടു ബെർണൗളിസ് തിയറം നമുക്ക് ഇതിനകത്ത് 2 പൊസിഷനിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ഒന്ന് ഈ ഫ്രീ സർഫസിലും ഒന്ന് ഈ ഒറിഫിസ് എന്ന് പറയുന്ന ഈ ഓപ്പണിങ്ങിൽ O എന്ന് പറയുന്ന പൊസിഷനിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എനർജി ഫ്രീ സർഫസിൽ കണ്ടുപിടിക്കാം. എന്ത് തരത്തിലുള്ള 3 തരത്തിലുള്ള എനർജീസ് ആണോ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ്സ്. ഈ പോയിന്റിൽ സർഫസിൽ
വെലോസിറ്റി എന്താണ്, അത് മൂവ്മെൻറ്റിലല്ലായിരിക്കും അല്ലേ, അത് മൂവ്മെൻറ്റിലല്ല, അങ്ങനെ സ്ലോ ഇതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ വെലോസിറ്റി 0 ആണ്. അതിനാണ് കൈനറ്റിക് എനർജി എത്രയായിരിക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് എത്ര ഹൈറ്റിലാണ് ഇരിക്കണേ? h ഹൈറ്റിലാണ് ഇരിക്കണേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? g ഇൻറ്റു h. h വരെയല്ലേ ഹൈറ്റ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു gh. ദെൻ നമുക്ക് പ്രഷർ എനർജി കണ്ടുപിടിക്കാം. പ്രഷർ എനർജി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? പി ആണ്. ഇവിടുത്തെ പ്രഷർ പി ആയിട്ട് എടുക്കാം. അപ്പോൾ പി ബൈ റോ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി, പ്രഷർ എനർജി കിട്ടി. ദെൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി. Then substituting total energy is equal to 0 plus gh plus p by rho. Equation number 1. ഓക്കെ, അപ്പം നമ്മൾ ഫ്രീ സർഫസിലെ എനർജീസ് കണ്ടുപിടിച്ചു. കൈനറ്റിക് എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി, പ്രഷർ എനർജി കിട്ടി. ദെൻ അതിൻ്റെ ടോട്ടൽ എനർജിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഓപ്പണിങ്ങിൽ ഉണ്ടാകുന്ന എനർജീസ്. എനർജി അറ്റ് ഇവിടെ വെലോസിറ്റി ഉണ്ടല്ലേ, അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, വി വെലോസിറ്റിയിലാണ്. അതാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് നമ്മൾ പറയണേ. അപ്പോൾ എത്രയായിരിക്കും? ഹാഫ് വി സ്ക്വയർ. എം കൊടുക്കണ്ട, പെർ യൂണിറ്റ് മാസിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹാഫ് വി സ്ക്വയർ. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്? ജി എച്ച് ഡാഷ് അല്ലേ, എച്ച് ഡാഷ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇവിടം വരെയാണ് അല്ലേ, ഇവിടെ നിന്നാണ് അളക്കുന്നത്. അപ്പോൾ ജി ഇൻറ്റു എച്ച് ഡാഷ്. ദെൻ പ്രഷർ എനർജി ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ പി എ, അറ്റ്മോസ്ഫിയറിലേക്കാണെങ്കിൽ പി എ എന്ന് കൊടുക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ ഇൻറ്റു റോ എന്നെടുക്കാം. പി എ ഇൻറ്റു റോ. അപ്പോൾ 3 എനർജിയും കിട്ടി. ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജിയാണ്. അപ്പോൾ ഹാഫ് വി സ്ക്വയർ പ്ലസ് ജി എച്ച് ഡാഷ് പ്ലസ് പി എ ബൈ റോ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. ഫ്രീ സർഫസിലെ എന്താണ് പോയിന്റ് ഓയിലെ എനർജി കിട്ടി. ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പോൾ നമുക്കിവിടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ഈ പോയിന്റിലുള്ള എനർജിയും ഈ ഓ എന്ന് പറയുന്ന പോയിന്റിലുണ്ടാകുന്ന എനർജിയും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് ഫ്രീ സർഫസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് അതായിരിക്കും ഓയിൽ. അപ്പം ഇക്വേഷൻ നമ്പർ 2 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് ഹാഫ് വി സ്ക്വയർ പ്ലസ് ജി എച്ച് ഡാഷ് പ്ലസ് പി എ ബൈ റോ ഈസ് ഈക്വൽ ടു ജി എച്ച് പ്ലസ് പി ബൈ റോ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വെലോസിറ്റി അല്ലേ. അപ്പോൾ ഈ പാർട്ടിനെ ഇവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ജി എച്ച് മൈനസ് ജി എച്ച് ഡാഷ് പ്ലസ് പി ബൈ റോ മൈനസ് പി എ ബൈ റോ. ഓക്കെ, ഇനി നമുക്കിതുപോലെ ഒരേപോലെയുള്ളതിന് ഒരുമിച്ച് എഴുതാം. ദെൻ വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഡാഷ് പ്ലസ് പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ. എച്ച് മൈനസ് എച്ച് ഡാഷ് ഇവിടം വരെ ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്, ഇവിടം വരെ എച്ച് ഡാഷ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചു. അപ്പോൾ എന്ത് കിട്ടും? ബാക്കി എന്തോരം ഉണ്ടാവും? ഈ എച്ച് അല്ലേ, ടോട്ടൽ ഹൈറ്റ് എച്ചിൽ നിന്ന് എച്ച് ഡാഷ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എത്ര കിട്ടുന്നത്? എച്ച്. അപ്പോൾ എച്ച് മൈനസ് എച്ച് ഡാഷിന് വരെ എന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. ദെൻ വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എച്ച് പ്ലസ് പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ. ഓക്കെ, ദെൻ വി കണ്ടുപിടിക്കാം. ദെൻ വി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി എച്ച് പ്ലസ് പി മൈനസ് പി എ ബൈ റോ. ദെൻ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി എച്ച് പ്ലസ് പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ. ഇതാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി എച്ച്
പ്ലസ് പി മൈനസ് പി എ ബൈ റോ. അപ്പോൾ ഇതിലേ പോകുന്ന ലിക്വിഡിൻ്റെ ഔട്ട് പോകുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി നമുക്ക് കിട്ടി. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി എച്ച് പ്ലസ് പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ. അപ്പോൾ എന്തൊക്കെ അറിഞ്ഞാൽ മതി? എച്ചും അതുപോലെ തന്നെ പ്രഷർ ഡിഫറൻസും ഡെൻസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ഇതിലൂടെ പുറത്തു പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതിന് നമുക്ക് 2 കേസസ് കൊടുക്കാം. ഒന്നാമത്തെ കേസ് 1. അപ്ലൈയിങ് കേസ് 1 ഇക്വേഷൻ ഇതാണ്. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി എച്ച് പ്ലസ് പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ എന്നുള്ള ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസ് 1 എന്താണെന്ന് വെച്ചാൽ പി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ പി എ. പി ഒത്തിരി വലുതാണ് പി എ കഴിഞ്ഞു എങ്കിൽ എന്ത് സംഭവിക്കും? ഈ വാല്യൂ വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. ജി എച്ചിനെ കഴിഞ്ഞും വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും പി മൈനസ് പി എ എന്ന് പറയുന്നത്. അപ്പോൾ ജി എച്ച് എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യും, നമ്മളത് പിന്നെ എടുക്കുന്നില്ല. ജി എച്ച് എന്ന് പറയുന്നത് വളരെ സ്മോളർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ നമ്മൾ പി മൈനസ് പി എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആയിരിക്കും. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ പാർട്ട് പോയി, ജി എച്ച് പോയി, പിന്നെ എന്തുകൊണ്ടാവുള്ളൂ 2 ഇൻറ്റു പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മൾ റോക്കറ്റ് പ്രൊപ്പൾഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇതാണ് വെലോസിറ്റി ഓഫ് ഔട്ട്ഫ്ലോ. റോക്കറ്റിൽ നിന്ന് പോരുന്ന ഇതിൻ്റെ ഔട്ട്ഫ്ലോയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് പറഞ്ഞ ഇക്വേഷൻ. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു പി മൈനസ് പി എ ഡിവൈഡ് ബൈ റോ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്ത കേസ് കൊടുക്കാം. കേസ് 2 നമ്മളിപ്പോൾ പറഞ്ഞ ടാങ്കിൻ്റെയൊക്കെ കേസ്. അപ്പോൾ ഈ ടാങ്കിൻ്റെയൊക്കെ കേസിൽ പിയും പി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വലൻ്റ് ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും പിയും പി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൊടുക്കാം പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു പി എ. പി എന്ന് പറയുന്നത് പി എക്ക് ഏകദേശം അടുത്തുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? പി മൈനസ് പി എന്ന് പറയുന്നത് എന്തോരും 0 ആയി പോകും അല്ലേ? അപ്പോൾ ഇത് റിമെയിൻ ചെയ്യുന്ന എന്ത് മാത്രമേ ഉള്ളൂ? 2GH. ദാറ്റ് ഇസ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപരിചയമുണ്ടോ? ഉണ്ടല്ലേ. ഇതെന്താണ്? ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിയാണ്. അതായത് ഒരു ബോഡി ആക്സിലറേഷന് മാത്രം വിധേയപ്പെട്ട് താഴേക്ക് പതിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റി ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ആയിട്ട് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? നമ്മളുടെ ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന എന്തിന് തുല്യമാണ്? ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് തുല്യമായിരിക്കും. ഇതിന് ഈ തീറത്തിന് നമ്മളൊരു പേര് പറയും, ടോറിസെല്ലിസ് തീറം. ഈ തീറത്തിന് പറയുന്ന പേര് ടോറിസെല്ലിസ് തീറം. ഇതാണ് ടോറിസെല്ലിസ് തീറം എന്ന് പറയുന്നത്. ടോറിസെല്ലിസ് തീറം പറയുന്നത് ഇതാണ്: ദ വെലോസിറ്റി ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് എ ലിക്വിഡ് ഫ്രം ആൻ ഓപ്പൺ ടാങ്ക് ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. അതായത് ടാങ്കിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്നതാണ് ടോറിസെല്ലിസ് തീറം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH. അപ്പം നമുക്ക് ടാങ്കിൽ നിന്ന് പോരുന്ന വാട്ടറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എന്തൊക്കെ അറിഞ്ഞാൽ മതി? H മാത്രം അറിഞ്ഞാൽ മതി. ഹൈറ്റ്, ഈ ടാങ്കിൽ നിന്നുള്ള ഈ ഓപ്പണിങ് എത്ര ഹൈറ്റിലാണ്, ഏത് ഹൈറ്റിലാണ് ഇരിക്കണതെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പം നമുക്കൊന്ന് നോക്കിക്കേ, വെലോസിറ്റി ഹൈറ്റ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നുള്ള ഹൈറ്റാണ് അല്ലേ? അപ്പോൾ ഈ ടാങ്കിൽ നിറച്ചും വെള്ളം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഫാസ്റ്റ് ആയിട്ട്. ഇതിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് കുറയുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിനകത്ത് കൂടെ പോകുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വെലോസിറ്റിയുടെ വളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. എ ടാങ്ക് ഓഫ് 5 meter height is filled with water. Calculate the velocity of a flux through a hole 3 meter below the surface of water. ടാങ്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് 5 meter ആണ്. ദെൻ നമ്മളോട് ടോട്ടൽ ഹൈറ്റ് H ആണ് തന്നേക്കുന്ന 5 meter. നമ്മളോട് പറഞ്ഞേക്കുന്ന ഹോളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. H എത്രയാണ്? 3 meter ആണ്. ഇനിയാണെങ്കിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ ഹോളിൽ കൂടെ പോകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കണ്ടുപിടിക്കാൻ. വെലോസിറ്റി ഓഫ് എഫ്ലക്സിൻ്റെ ഇക്വേഷൻ അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉപയോഗിച്ചാൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH.
ദെൻ വി സി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു എച്ച് എത്രയാണ്? എച്ച് ഇവിടെ 3 ആണ്. ഈ ഹൈറ്റ് അല്ലേ എടുക്കേണ്ടത്, സർഫസിൽ നിന്നുള്ള ഹൈറ്റാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു 3 ആണ്. ദെൻ മൾട്ടിപ്ലൈങ് ആൻഡ് ടേക്ക് റൂട്ട് വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 41.58 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഏത് വെലോസിറ്റിയിലാണ് പോകുന്നത്? 41.58 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ആ ഹോളിൽ കൂടെ ലിക്വിഡ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കി ഈ പാർട്ടിൽ നോക്കി എന്തൊക്കെയായിരുന്നു? നമ്മൾ ഫേമസ് ലോ ബെർണോളിസ് തിയറം പഠിച്ചു. എന്താണ് ബെർണോളിസ് തിയറം പറയുന്നത്? ബെർണോളിസ് തിയറം പറയുന്നത് എന്തായിരുന്നു? ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലെ എല്ലാ പാർട്ടിലും അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അതിന് പറയുന്ന പേരായിരുന്നു ബെർണോളിസ് തിയറം അല്ലേ? ബെർണോളിസ് തിയറം എന്തായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡ്സ് നമ്മൾ പറയും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനായ വെലോസിറ്റി ഓഫ് എഫ്ലക്സും അതിൻ്റെ സബ്പാർട്ട് നമ്മൾ അതിനകത്തുനിന്ന് ടോറിസെലിസ് തിയറം നമ്മൾ ഡിറൈവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.